നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിദ്ധർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ അയ്യപ്പ സീസണാണ്. അപ്പോൾ അയ്യപ്പനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനും, ഇവിടെ കേരളത്തിലുള്ള പോപ്പുലേഷൻ ഇവിടെ കൂടുതൽ ഡിവോട്ടീസാണ് സീസണിൽ ശബരിമലയിൽ വരുന്നത്. അത്രയും പ്രസിദ്ധിയുള്ള ക്ഷേത്രമാണ് ഈ അയ്യപ്പനെ കുറിച്ച് ഞാൻ ഒരു 10-15 കൊല്ലത്തിന് മുമ്പ് ഒരു ബുക്ക് എഴുതി. അതിൻ്റെ പേര് അയ്യപ്പൻ വഴിപാട് ഏഴാവത് മതം. അയ്യപ്പൻ വഴിപാട് ഏഴാവത് മതം എന്ന് പറഞ്ഞത് 7th റിലീജിയൻ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശൈവം, വൈഷ്ണവം, ശാക്തം, ഗാണപത്യം, കൗമാരം, സൗരം ഇങ്ങനെ 6 ക്ലാസിഫൈഡ്. അത് നേരത്തെ ക്ലാസിഫൈഡാണ്. അയ്യപ്പൻ വരും മുമ്പ് ഉള്ള ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അയ്യപ്പൻ്റെ റിലീജിയൻ ഒന്ന് ആഡ് ചെയ്യണം നമുക്ക്. അപ്പോൾ അയ്യപ്പ വർഷിപ്പ് അത് 7ാമത് റിലീജിയൻ എന്ന് പറഞ്ഞ് 1000 ബുക്ക് ഇട്ട് അത് ഒരു ശങ്കർ പതിപ്പം ഒന്ന് ചെന്നൈയിൽ പബ്ലിക്കേഷൻസ് അത് ചെയ്ത് അത് കംപ്ലീറ്റ് തീർന്നു. സോ അയ്യപ്പൻ 7ാമത് മതം. ശരി, ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ അയ്യപ്പൻ തത്വമസി അത് നീ തന്നെ അറിഞ്ഞുകൊൾ എന്നാണ് അവിടെ വച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് പല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വേൾഡ് ലെവൽ പല സ്ഥലങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാർ വരുന്നു, ഇരുമുടി കെട്ടിയിട്ട് വരുന്നു. വന്ന് അവിടെ പോയപ്പോൾ അവിടെ തത്വം അത് നീ തന്നെ അറിഞ്ഞോളൂ. അത് നീ തന്നെ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ അവ ഇരിക്കുന്ന സ്ഥലത്ത് അറിഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ ശബരിമലയ്ക്ക് വരണമെന്നുള്ളത് കമ്പൽസറി അല്ല. ഇരിക്കുന്ന സ്ഥലത്ത് അറിഞ്ഞാൽ പിന്നെ ഇത്രയും ചിറവംകൊട്ട് മലയൊക്കെ കയറി കേരള പോലീസിൻ്റെ തള്ളുമുള്ളും ഇതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ വരേണ്ട ആവശ്യം എന്ത്? നീ തന്നെ അതെന്ന് അറിഞ്ഞാൽ പിന്നെ ശബരിമലയിൽ വരണ്ട. അത് അറിയുന്നവരെ ശബരിമലയിൽ പോകണം. നിങ്ങൾ അത് തന്നെ ഒന്ന് അറിയുന്നവരെ ശബരിമലയിൽ പോകണം. തത്വം അത് നീ തന്നെ. അപ്പോൾ നീ തന്നെ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത്? അയ്യപ്പൻ നിങ്ങളിൽ ഒവ്വൊരുത്തരിലുമുണ്ട്. ഉദാഹരണം അഗസ്തീശ്വരൻ എന്ന് വെച്ചാൽ അകത്തുള്ള ഫയർ. അഗസ്ത്യർ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫയർ. അഗസ്ത്യർ എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ഫയർ. അത് എവിടെ ഓടുന്നു? ഓരോരുത്തരുടെ സുഷുമ്നാ നാഡിയിൽ ഓടുന്നു. ചന്ദ്രകലയിൽ ചന്ദ്ര എനർജി, ലൂണാർ എനർജി ഓടുന്നു. പിങ്കലയിൽ സൂര്യ എനർജി ഓടുന്നു. അപ്പോൾ സുഷുമ്നയിൽ അഗ്നി എനർജി. അതാണ് ഇൻറ്റേർണൽ ഫയർ. ഒവ്വൊരുത്തരും അകത്തും അഗസ്ത്യരുമുണ്ട്. ഇൻ ദി ഫാം ഓഫ് സുഷുമ്ന, ഇൻറ്റേർണൽ ഫയർ. ഇതേമാതിരി അയ്യപ്പനും ഒവ്വൊരുത്തരും അകത്തുമുണ്ട്. അത് അതാണ് പ്രപഞ്ചന എന്നുള്ള ഒരു വായു. പ്രപഞ്ചം എന്ന വായു. അതെന്തോന്ന് വായു? ദശവായുക്കൾ എല്ലാവരും കേട്ടിരിക്കും. പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ, കൃകരൻ, നാഹൻ, ദേവദത്തൻ, ധനഞ്ജയൻ. ഇത് 10 എല്ലാവർക്കും അറിയാം. ഇതുപോലെ സിദ്ധ റെക്കോർഡ്സിൽ 5 വായു കൂടെ ഉണ്ട്. അതിൽ മുഖ്യൻ, ഭൈരവൻ, അടുത്തത് അന്തര്യാമി, എൻ്റെ ഇത് പ്രപഞ്ചന. ഇതുപോലെ ഗന്ധർപ്പൻ എന്നൊരു വായുവുണ്ട്. ശരി, അപ്പോൾ ഈ പ്രപഞ്ചനയാണ് അയ്യപ്പൻ. ഒവ്വൊരുത്തരിലും പ്രപഞ്ചന എന്നുള്ള വായുവിൻ്റെ വടിവത്തിലാണ് ഒവ്വൊരുത്തരിലും അയ്യപ്പനുണ്ട്. അതിന് റിലിജിയൻ ഒന്നുമില്ല, എല്ലാവർക്കും ഈ വായുവുണ്ട്. അപ്പോൾ എന്തോന്നാണ് ഈ പ്രപഞ്ചന എന്നുള്ളത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാണൻ ഇരിക്കുന്നത് ചെസ്റ്റ് ക്യാവിറ്റിയിൽ. പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ എന്നൊക്കെ പറയുമ്പോൾ ചെസ്റ്റ് ക്യാവിറ്റിയിലിരിക്കുന്നതാണ് പ്രാണൻ. ഈ പ്രാണൻ്റെ വിശേഷം എന്ന് വെച്ചാൽ ഇതാണ് ആദ്യം ഒരു കൺസെപ്ഷൻ ടൈമിൽ ഫീറ്റസിൽ കയറിയ പ്രാണൻ. പുറത്തിരിക്കുന്നത് മഹാപ്രാണൻ, അകത്തിരിക്കുന്നത് പ്രാണൻ. അപ്പോൾ ഈ പ്രാണനാണ് പിന്നെ അപാനൻ, ഉദാനൻ, വ്യാനൻ എന്ന് അത് പിരിയുമ്പോൾ അവൻ്റെ കളറിൽ വ്യത്യാസം വരുന്നു, ആക്ടിവിറ്റീസിൽ വ്യത്യാസം വരുന്നു, എല്ലാത്തിലും വരുന്നു. ഇത് ടോട്ടൽ ഹെൽത്ത് മെയിൻ്റനൻസിന് ഇത് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചെസ്റ്റ് കേവിറ്റി ഇരിക്കുന്ന പ്രാണൻ്റെ അകത്ത് ഒരു പ്രാണൻ ഇരിക്കുന്നത്, അതാണ് അന്തര്യാമി. അകത്തിരിക്കുന്ന ഇൻസൈഡർ അന്തര്യാമി. ഇതാണ് അഗസ്തീശ്വരർ എന്ന് വെച്ചാൽ ഇതാണ് അഗസ്ത് ഈശ്വരർ ഇരിക്കുന്നു, അന്തര്യാമി. ഇങ്ങനെ പ്രാണൻ്റെ അകത്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രാണനാണ് ഇന്നർ പ്രാണനായിട്ട്, മഹാപ്രാണൻ ആയിട്ട് ഇരിക്കുന്നത് അന്തര്യാമി. ആ അന്തര്യാമിയെ ഞങ്ങളുടെ ഇതാണ് അകത്തിരിക്കുന്ന ഈശ്വരൻ.
ഇതിനെ തിരുമൂലർ പറയുമ്പോൾ ഉള്ളം പെരുങ്കോവിൽ ഊനുടമ്പ് ആലയം എന്ന് വള്ളൽ പിരാനാർക്ക് വായ് കോപുര വാസൽ തെല്ല തെളിന്താർക്ക് ജീവൻ ശിവലിംഗം. ഇത് തന്നെ ശിവലിംഗം. അന്തർയാമി തന്നെ ശിവലിംഗമായിരിക്കുന്നു. അന്തർയാമിയാണ് ശിവലിംഗം. അത് വന്ന് നിങ്ങളത് യോഗിയുടെ നെഞ്ചിൽ ട്രാൻസ്പാരൻ്റായുള്ള ശിവലിംഗം ഫാമാവും ഒരു സ്റ്റേജ് റൈസായി വരുമ്പോൾ. അപ്പോൾ തെള്ള തെളിന്താർക്ക് ജീവൻ ശിവലിംഗം. അപ്പോൾ അതൊന്ന് അന്തർയാമി എന്നുള്ള വായുവായിട്ടാണ് അറിയുന്നത്. വായു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേക്കടയിന് കൊണ്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാം കിർലിയൻ ക്യാമറ കൊണ്ട് കാണാം. അപ്പോൾ കിർലിയൻ ക്യാമറ കണ്ടുപിടിച്ചത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് യോഗ, ഇന്ത്യൻ സിസ്റ്റം ഓഫ് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന് ഒരു ബൂസ്റ്റപ്പാണ്. അപ്പോൾ നോളജ് സിസ്റ്റം എന്ന് അതെല്ലാം ഇത് കിർലിയൻ ക്യാമറ കണ്ടപ്പോൾ അത് ഒരു സയൻറ്റിഫിക് എവിഡൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ അന്തർയാമി അത് വന്ന് അഗസ്തീശ്വരായിരിക്കുന്നു. അതിൻ്റെ അകത്ത് ഈ അന്തർയാമിയുടെ അകത്ത് ഒരു സൂക്ഷ്മമായിട്ടുള്ള വായുവാണ് പ്രപഞ്ചന. പ്രപഞ്ചന എന്നുള്ള വായുവാണ് അയ്യപ്പൻ. ഒരു തള്ളിയിരിക്കുന്ന പ്രപഞ്ചന വായുവാണ് അയ്യപ്പൻ. അപ്പോൾ എന്തോന്ന് പ്രപഞ്ചന എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചന എന്ന് വെച്ചാൽ ഓംകാർ, ഓംകാരമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഓംകാർ മനുഷ്യൻ്റെ അകത്തുമുണ്ട് പുറത്തുമുണ്ട്. അകത്തിരിക്കുന്ന പ്രപഞ്ചന എന്ന് പറയുന്ന ഓംകാർ എനർജി, ഓംകാർ എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് എനർജി. ഓംകാർ എന്ന് പറയുന്നത് ആ ഊ ഇം എന്നുള്ള 3 ശബ്ദം ചേർന്നിട്ടുള്ള ടോട്ടൽ 1 സിലബിൾസാണ് ഓംകാർ. ഈ ഓംകാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൈമാർഡിയൽ എനർജി, ഇറ്റ്സ് എ മദർ ഓഫ് ആൾ സൗണ്ട്സ്, ഇറ്റ്സ് എ ടോട്ടൽ ഓഫ് ആൾ സൗണ്ട്സ്. എല്ലാ ശബ്ദത്തെ കൂട്ടിയാലും ഓംകാരാണ് വരുന്നത്. 6 ആധാരവും 51 അക്ഷരമെന്ന് പറയും. ഈ 51 അക്ഷരം എന്ന് വെച്ചാൽ 50 അക്ഷരമേ നിങ്ങളുടെ ആധാരത്തുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെ 51 വന്ന്? ഈ 50യും കൂട്ടിയാൽ വരുന്ന ഓംകാർ, അത് ആജ്ഞയിൽ ഫാമാവും. അതേയും കൂടെ ചേർത്താണ് 51 അക്ഷരം. അപ്പോൾ ഓംകാർ ഇസ് എ ടോട്ടൽ ഓഫ് ആൾ സൗണ്ട്സ്, ആൾ ലെറ്റേഴ്സ് ഇൻ യുവർ ബോഡി. അതേമാതിരി ഓംകാർ അതിൽ ആ എന്ന് വെച്ചാൽ ബ്രഹ്മ, അടുത്ത് ഊ എന്ന് വെച്ചാൽ മഹേശ്വർ, വിഷ്ണു, ഇം എന്ന് പറഞ്ഞാൽ മഹേശ്വർ, ബ്രഹ്മ വിഷ്ണു മഹേശ്വർ, ആ 3 എനർജി അവിടെ ഉണ്ട്. ഓം എന്ന് പറയുമ്പോൾ ആ ഇത് വന്ന് സ്പൈറലായി കറങ്ങാൻ തുടങ്ങും. ഇതാണ് ഓംകാരത്തെ വിശേഷം. ശരി, ഈ ഓംകാർ എന്നാണ് പ്രപഞ്ചന. അത് നിങ്ങളുടെ അകത്തിരിക്കുന്നു, പുറത്തിരിക്കുന്നു. പുറത്തിരിക്കുന്ന ഓംകാർ കോസ്മോസ് ഫുള്ളാக നിറഞ്ഞിരിക്കുകയാണ്. ആ കോസ്മോസിൽ ഓംകാർ ഇരിക്കുന്നുള്ളത് പിന്നെ പറയണം. നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ അല്ല ഫോറിനർ പറഞ്ഞാൽ ഉടനെ ഓക്കെ എന്ന് പറയും. എയിൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചനം എന്ന് പറയുന്നത് ഈ ഗ്ലോബ്സൊക്കെ കറങ്ങുമ്പോൾ അതിൽ നിന്ന് ഓംകാർ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ അത് നിങ്ങളുടെ കാതിന് എത്തില്ല. കാരണം വെച്ചാൽ നിങ്ങളുടെ കാതിൽ കേൾക്കണമെങ്കിൽ കാറ്റ്, എയർ മീഡിയം വേണം, മീഡിയം ഓഫ് വൈബ്രേഷൻ. അപ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ, ഓംകാർ എന്ന് പറയുന്ന കോൺഷ്യസ്നെസ് വൈബ്രേഷൻസ് വേവ്സ് നിങ്ങളുടെ കാതിൽ എത്തുന്ന, പക്ഷേ അവിടെ ഉണ്ട് എന്ന് എയിൻസ്റ്റീനാണ് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അതേ ഇത് ഓംകാരത്തിൻ്റെ നിങ്ങളിൽ ഇൻസെറ്റ് അകത്തുമുണ്ട്. ഈ 2 യോഗ ഓംകാരത്തിനും കണക്ഷനുണ്ട്. അവിടെ ആ ഓംകാരത്തിൽ നിന്നാണ് നിങ്ങളുടെ എനർജി ഈ പ്രപഞ്ചനം എന്നുള്ളത് കിട്ടുന്നു. ഈ പ്രപഞ്ചനം എന്ന ഹാർട്ടിന് സപ്ലൈ. ഹാർട്ട് ഒരു ചെറിയ മോട്ടോർ, അത് മോട്ടറാണ്. ഹാർട്ട് ഒരു മോട്ടോർ, പമ്പി മോട്ടോർ. നമ്മൾ അഗ്രികൾച്ചർ ഇതിന് പമ്പ് യൂസ് ചെയ്യുന്നത് വെള്ളത്തെ വാരി ഇറക്കുന്ന മാതിരി നമുക്ക് ബ്ലഡിനെ എടുത്ത് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, പ്രസ് ചെയ്ത് പുറത്ത് അയക്കുന്ന പമ്പാണത്, മോട്ടോർ. അതിനത് 7 വാട്ട് പവറുണ്ട് അതിന്. അപ്പോൾ ഈ പവർ എവിടെ നിന്ന് വരുന്നു? ഇതാണ് മിസ്റ്റിസിസം. ജനിക്കുമ്പോൾ തുടങ്ങുന്ന ഹാർട്ട്, അത് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഇത് വന്ന് മരണം എന്ന് പറയുന്നത്. മരണം അല്ല, എക്സിറ്റിങ് ദി ബോഡി. അപ്പോൾ അതുവരെ ഇത് ഓടുന്നു. അതിന് എവിടെ നിന്ന് കറണ്ട് വരുന്നു എന്ന് വെച്ചാൽ അതാണ് പ്രപഞ്ചന. ഓംകാർ ഫ്രം ഔട്ട്സൈഡ്, അതാണ് പരാശക്തി എനർജി പ്രസൻറ്റ് ഇൻ ദി കോസ്മോസ്. ആ ഓംകാരം ഓരോരുത്തരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള പ്രപഞ്ചന എഴുത്ത് കണക്റ്റായി നിൽക്കുന്നതാണ് ഓംകാർ. അതിലുള്ള കണക്ഷൻ കട്ടാകുമ്പോഴാണ് ആളുകൾ മരിച്ചെന്ന് പറയുന്നത്. മരിച്ചതല്ല, ഫിസിക്കൽ ബോഡിയെ വിട്ട് പുറത്തു. ആത്മാവിന് മരണമില്ല, ആസ്ട്രൽ ബോഡിക്ക് മരണമില്ല. അപ്പോൾ അതാണ് ഒരു പ്രോസസ്സ്. The astral body is separating itself from the physical body
മനുഷ്യൻ നമ്മൾ വന്ന് മരണം അത് പേര് വയ്ക്കുന്നു. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കട്ടാവുന്നത് വരെ അത് ഓടും. ശരി, അതുവരെ എന്തോന്ന് അത് പ്രപഞ്ചനമെന്ന് ഈ മനുഷ്യൻ്റെ അകത്തിരിക്കുന്നവരെ അവൻ ഈ ദേഹത്തിൽ ജീവിച്ചിരിക്കും. പ്രപഞ്ചനവായുവാണ് അയ്യപ്പൻ. ഇതിനെയാണ് സ്വാമി നിൻ്റെ അകത്ത് പോവും, സ്വാമി എൻ്റെ അകത്തും പോവും. സ്വാമി നിൻ്റെ അകത്ത് പോവും, നീ വന്ന് യൂണിവേഴ്സൽ ഓംകാരം. സ്വാമി നീ യൂണിവേഴ്സൽ ഓംകാരം, ഞാൻ വന്ന് ഇൻഡിവിജ്വൽ ഓംകാരം. നീ ഇൻഫിനിറ്റ് ഓംകാരം, ഞാൻ ഫിനിറ്റ് ഓംകാരം. ഫൈനലി നോക്കിയാൽ ഫിനിറ്റ് ഈസ് പാർട്ട് ഓഫ് ഇൻഫിനിറ്റ്. അപ്പോൾ ഇതാണ് സ്വാമി തിന്തക്കത്വമില്ല ഒന്തക്കത്വമില്ല. സ്വാമി നിൻ്റെ അകത്ത് പോവും, സ്വാമി എൻ്റെ അകത്ത് പോവും. സ്വാമി നിൻ്റെ അകത്ത് പോവും, സ്വാമി എൻ്റെ അകത്ത് പോവും. സ്വാമി നിൻ്റെ അകത്ത് പോവും ഈ യൂണിവേഴ്സൽ ഓംകാർ. സ്വാമി എൻ്റെ അകത്ത് പോവും പ്രപഞ്ചന ഇൻറ്റേർണൽ ഓംകാർ. ഇതാണ്. അപ്പോൾ ഇത് ആടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തിന്തക്കത്വം എന്നായിക്കും. തിന്തക്കത്വം അപ്പോൾ കൊള്ളാം, ഒരു കുത്താട്ടം, അതിനുള്ള ഒരു സൗണ്ട് വേണ്ടി കൊള്ളാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് പേട്ട തുള്ളണം. ഓക്കെ റൈറ്റ്. പേട്ട തുള്ളുമ്പോൾ ഇത് ഇങ്ങനെ കളറൊക്കെ അടിച്ചിട്ട് കയ്യിൽ 2 ചെടിയും വെച്ചിട്ട് ഇങ്ങനെ ആടിയാൽ നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ പാണ്ടി മേളം അതും കൂടെ അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ആടിക്കൊണ്ട് പോകും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കില്ല, ഫിലോസഫി മനസ്സിലാക്കില്ല. അതേ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ ആടിയാലും ശരി, ആടിയില്ലെങ്കിലും ശരി. അപ്പോൾ വന്ന് അവിടെ എത്തുമ്പം അതാണ് തത്വമസി, നീ തന്നെ അത് തന്നെ പുറത്തിരിക്കുന്ന ഓംകാരത്തിൻ്റെ അകത്ത് പ്രപഞ്ചനയായിരിക്കുന്നു. അപ്പോൾ പ്രപഞ്ചന വായുവായിട്ടിരിക്കുന്നത് അയ്യപ്പനാണ്. ഇതേ വന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എക്സിസ്റ്റൻസ് നീണ്ട ആയുളും ആരോഗ്യം എല്ലാം ഉണ്ടാവും. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ കൊടുക്കുന്നുണ്ട്. അതൊന്ന് അയ്യപ്പ വർഷിപ്പ് പ്രാക്ടിക്കൽ. അയ്യപ്പ വർഷിപ്പ് എക്സ്റ്റേണലാണ് ശബരിമല പോകുന്നത്. ഇൻറ്റേർണലിൽ പ്രപഞ്ചന ആക്ടിവേഷൻ. ഇത് വരുമ്പോൾ അയ്യപ്പൻ നിങ്ങളാ മാറും. ഇതാണ് അതിൻ്റെ ആവശ്യമുള്ളൊരു കോൺടാക്ട് ചെയ്യാൻ. നന്ദി, നമസ്കാരം.